സങ്കീർത്തനങ്ങൾ 65, സാം 65. സങ്കീർത്തനങ്ങൾ 65. സാം 65. ഓക്കെ, ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്ത പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ലെറ്റ്സ് റീഡ് ടുഗദർ ദ നെക്സ്റ്റ് വേഴ്സ്. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കുറഞ്ഞ് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ കൊണ്ട് ധാന്യം മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. പ്ലീസ് ബി സീറ്റ്. പ്രൈസ് ദ ലോർഡ്. परमेश्वर के नाम की महिमा हो. പാസ്റ്റർക്കും കടന്നു വന്നിരിക്കുന്ന ദൈവ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. पासवान और आए सभी व्यक्तियों को परमेश्वर यीशु मसीह के नाम में मैं वंदन करता हूँ. ഇത് വളരെ സന്തോഷത്തോടെ ദിവസങ്ങളിലായിരിക്കാൻ ദൈവത്തെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. और आज बहुत ही आनंद के साथ में परमेश्वर के सन्मुख आने के लिए मौका मिला, इसके लिए धन्यवाद करता हूँ. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വീറ്റ് ഫെലോഷിപ്പ് നമുക്ക് ദൈവം നൽകി. और कल हमें जो है एक अनुग्रहित जो है हमें एक मीटिंग था. വർഷിപ്പ് മുതൽ അവസാന നിമിഷം വരെ വളരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടയായി. और जो है आराधना के समय से प्रचार के अंत तक जो है परमेश्वर की उपस्थिति जो है हम अनुभव कर पाए. ആ കടന്നു വന്ന എല്ലാവർക്കും അത് ഒരു ബ്ലെസ്ഡ് മീറ്റിംഗ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. और जो कोई वहाँ पर आया था सभी के लिए एक अनुग्रह का कारण बन गया, ऐसा मैं विश्वास करता हूँ. വീണ്ടും ആ തുടർച്ചയെന്നോണം വിശുദ്ധ സഭായോഗത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. और उसके बाद हम वापस जो है इस सभा में इस एकजुट है, इसीलिए धन्यवाद करता हूँ परमेश्वर का. കഴിഞ്ഞ ഒരാഴ്ച കൂടി നമ്മളെ വിട്ട് കടന്നുപോയി. और एक और हफ्ता जो है हमसे बीत गया. എല്ലാ ആപത്തും അനർത്ഥങ്ങളെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു. और सारे जो है तकलीफ दुख दर्द से परमेश्वर ने हमें जो है संभाला रखा. നമ്മൾ അറിഞ്ഞും അറിയാതെയും കടന്നു വന്ന എല്ലാ പൈശാചികന്റെ പ്രവൃത്തികളിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു. और हमारे अनजाने में भी परमेश्वर ने हमसे जो है सभी हानि जो है दूर रखे हैं. ഇന്ന് വളരെ സന്തോഷത്തോടെ നമുക്കായിരിക്കാൻ കഴിയുന്നത് ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. और आज हम आनंद के साथ है क्योंकि परमेश्वर हमारे संग है. ഞാൻ കാറിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. और जैसे ही मैं चर्च के तरफ आ रहा था मैं इस प्रकार सोच रहा था. കഴിഞ്ഞ 2 to 3 വീക്സിന്റെ ഇടയ്ക്ക് ബെറിക്കിനും ന്യൂകാസലിനും ഇടയ്ക്ക് ഏകദേശം 7-8 പേര് മരിച്ചിട്ടുണ്ട്. और बेरिक और न्यूकासल के बीच में जो है पिछले 2-3 हफ्तों में है कम से कम 7 से 8 लोगों की मृत्यु हो गई है रास्ते पर. 6-7 കാർ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. और 6 से 7 करीबन जो है कार एक्सीडेंट्स हुए हैं. നമ്മളെ എത്ര കരുണയായിട്ടാണ് ദൈവം നമ്മളെ और हमारा परमेश्वर हमें कितनी अद्भुत तरीके से संभाल रहा है. ഒത്തിരി പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയി. बहुत सारे लोग जो अस्पताल में एडमिट हो गए हैं. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അറിയാം എത്രയോ അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. और हम जानते हैं कि अस्पताल में अगर गए तो कितने घंटों भर हमें वहां पर रुकना पड़ता है. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ സൂക്ഷിച്ച് വഴി നടത്തി ഇന്നിവിടെ ആയിരിക്കും. पर हमारे साथ हमारा परमेश्वर हमारे संग था और हमें आज यहाँ ले आया है. ഇവിടെ നമ്മൾ വായിച്ചത് 65-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. और हमने जो है भजन संगीता पढ़ा, जो 65वां भजन संगीता वो दाऊद की एक भजन संगीता है. ദാവീദ് രാജാവിന്റെ സങ്കീർത്തനങ്ങൾ മിക്ക സങ്കീർത്തനങ്ങളും വളരെ കരച്ചിലിന്റെയും നിലവിളിയുടെയും ഒക്കെ സങ്കീർത്തനമാണ്. और काफी सारे भजन संगीता हम जब दाऊद के देखते हैं तो वहां पर जो विलाप और रोने और आंसू दिखते हैं हमें. വളരെ മരണഭീതി, ഒരു ഫിയർ ഓഫ് ഡെത്തിന്റെ സങ്കീർത്തനം. और वहां पर जो है मृत्यु का भय हमें दिखता है कुछ भजन संगीताओं ദൈവത്തിൽ में. നിന്നുള്ള ആ ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന സങ്കീർത്തനങ്ങളാണ്. और हम देखते हैं कि परमेश्वर की तरफ से एक दिलासा या फिर परमेश्वर की तरफ से उसको एक जो है प्रेम देखने के लिए वो वहां
वहां पर वो तरसता है। ഇന്ന് വായിച്ച സങ്കീർത്തനം നമുക്ക് ഒരു ഹാർവസ്റ്റ് സാംസ് എന്ന് പറയാം. और हम यहाँ पर देखते हैं कि ये जो भजन संगीता है यहाँ पर जो है कुछ बो रहा है यहाँ ഇത് എപ്പോൾ എഴുതിയെന്നോ എങ്ങനെയാണ് ഇതിന്റെ സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. और ये कब लिखा है और इसकी इसकी परिस्थिति क्या है ये कुछ वहां जाना नहीं गया है। എന്നാൽ ഈ സങ്കീർത്തനത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ഹാർവസ്റ്റ് സങ്കീർത്തനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി. और यहाँ पर जब इसके बारे में गहराई से जब मैंने पढ़ा तो वहां पर जो मुझे दिख रहा है कि यहाँ पर जो है कुछ बो रहा है ये दाऊद। ഒരു കൊയ്ത്തിന്റെ ഒരു കാലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവൽ സമയത്ത് പാടുന്ന ഒരു സങ്കീർത്തനമായിട്ട് ഇതിനെ കാണുന്നു. और यहाँ पर जो है उसकी कटनी के बाद में जो है आनंद का एक गीत यहाँ पर ये गा रहा है। ആദ്യത്തെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഒരു പ്രേസ് ആൻഡ് സബ്മിഷന്റെ വാക്യമാണ്. और हम यहाँ पर पहले ही वचन में हम यहाँ पर देखते हैं एक समर्पण और आराधना का जो है वचन हम देखते हैं। ഒന്നാമത്തെ വാക്യത്തിൽ എഴുതുന്നത് ദൈവമേ സിയോനിൽ നിനക്ക് സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കും. और हम यहाँ पर देखते हैं कि ए परमेश्वर सियोन में जो है स्तुति तेरी बांटी गई है, ऐसे हम यहाँ पर देखते हैं। സ്തുതി യോഗ്യനായിട്ട് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. और स्तुति के योग्य केवल एक ही परमेश्वर है। നമ്മുടെ കർത്താവായ ദൈവമല്ലാതെ മറ്റാരും സ്തുതിക്ക് യോഗ്യനല്ല. और हमारे परमेश्वर के अलावा स्तुति के योग्य और कोई नहीं है। നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും പ്രസിഡൻസും ആരായാലും അവർക്ക് അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. और हम हमारे साथ कोई भी जो रहता है हमारे काम करता है या कोई मदद करता है वो सभी जो है कुछ अप्रिसिएशन के ही ये हकदार है। സ്തുതിക്ക് യോഗ്യനായ ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ ദൈവം. पर स्तुतियों के योग्य केवल एक ही हमारा परमेश्वर है। അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നു നിനക്ക് തന്നെ ഞാൻ നേർച്ചകളെ കഴിക്കുന്നു. और हम अगला देखते हैं कि मैं केवल तेरे सामने ही प्रार्थना रखता हूँ। അതായത് തന്റെ സബ്മിഷൻ അവിടെ കാണുന്നു. और हम वहां पर देखते हैं कि वहां पर किस प्रकार अधीन है। ഈ സ്തുതിക്ക് യോഗ്യനായ ഒരേ ഒരു ദൈവത്തിന്റെ മുന്നിൽ സർവ്വമാ സമർപ്പിക്കുകയാണ്. और हम वहां पर देखते हैं कि स्तुति के योग्य परमेश्वर के सामने वहां पर समर्पण करता हुआ दिख रहा है। 33 സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. और 33वें भजन संगीता के उसके पहले वचन हम देखेंगे। അതെ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. और स्तुति करना जो है धर्मियों के लिए उचित है हम देखते ഇവിടെ हैं। എഴുതിയിരിക്കുന്ന സ്തുതി നിനക്ക് യോഗ്യം എന്ന്. और हम यहाँ पर देखते हैं कि स्तुति तेरे लिए योग्य है। നേരുള്ളവർ സ്തുതിക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. और धर्मी जो है स्तुति के योग्य है। അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ദൈവം സ്തുതിക്ക് യോഗ്യനാകും. और हम यहाँ पर देखते हैं कि परमेश्वर स्तुति के योग्य है। താൻ തെരഞ്ഞെടുത്ത ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാകും. और हमें जो चुना गया है हमें क्या करना है, हम परमेश्वर की स्तुति आराधना करना है। രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രെയർ ഹിയറിംഗ് ഗോഡിനെ കാണാൻ പറ്റും. और दूसरे वचन में हम देखते हैं कि वो हमारी प्रार्थना सुनता है। പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവർ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. और प्रार्थना सुनने वाले सभी लोग जो है तेरे पास आएंगे, हम ऐसा देखते हैं। പ്രാർത്ഥനയെക്കുറിച്ച് ഇന്നലെ നല്ല വളരെ മധുരമായ ഒരു മെസ്സേജ് കേൾക്കുവാനായിട്ട് ഇടയായി. और प्रार्थना के बारे में कल शाम को हमने बहुत ही अद्भुत एक जो है प्रचार हमने सुना। കണ്ണുനീരോട് കൂടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ബ്രദർ അലിൻ ഇന്നലെ വ്യക്തമായിട്ട് സംസാരിക്കാൻ. और आंसुओं के साथ में एक प्रार्थना के बारे में भाई अलिन ने जो है बहुत ही बखूबी से जो है प्रचार किया। പ്രാർത്ഥനയുടെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ കിട്ടി. और प्रार्थना का जो है उद्देश्य क्या है ये सब कुछ जो है उन्होंने बांटा। പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ തിരയുകയാണെങ്കിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. और प्रार्थना के बारे में अगर हम जो है पवित्र शास्त्र में खोजे तो बहुत सारे वचन मिलेंगे। സങ്കീർത്തനത്തിൽ തന്നെ ഒരുപാട് വാക്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. भजन संगीता में ही काफी सारे जो है वचन लिखे गए प्रार्थना के बारे में। നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം 24 മണിക്കൂറും പ്രാർത്ഥന കേൾക്കുന്ന और हमारा प्रार्थना सुनने वाला परमेश्वर 24 घंटे हमारी प्रार्थना सुनता है। 24 hours 365 days കർത്താവ് പ്രാർത്ഥന കേൾക്കും. और वो परमेश्वर 24 घंटे 365 दिन हमारी प्रार्थना सुन रहा है। നാം ഉറങ്ങുമ്പോൾ അടുത്ത ഒരു രാജ്യത്ത് അവിടെ രാവിലെ ആകുന്നു അവരെ പ്രാർത്ഥന തുടങ്ങും. ഇവിടെ പ്രാർത്ഥന രാത്രിയിലത്തെ പ്രാർത്ഥന നടക്കും. और जब हम यहाँ पर सो जाते हैं रात को तो पास वाले राज्य में जो वहां पर सुबह होता होगा वहां पर कोई प्रार्थना कर रहा है उसकी भी प्रार्थना परमेश्वर सुन रहा है। ഭൂമിയിലുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത പവറുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. और इस संसार में जो है जो कोई प्रार्थना कर रहा है हर एक की प्रार्थना सुनने के लिए जो है परमेश्वर वहां पर है जरूर। മാത്രമല്ല ദൈവത്തെ നമുക്കൊരു നല്ല ലിസണറായിട്ട് കാണാൻ കഴിയും. वही नहीं केवल परमेश्वर हमारी हर एक बात को जो है ध्यान से सुनने वाला अच्छा एक मित्र के तौर भी है। നമ്മൾ മനുഷ്യരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ലിസൺ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. और हमारे जो है मित्र हैं जो हमारे जो है दोस्त हैं वो सब हमारी बातें सुनने के लिए उनकी एक एक परिस्थितियां हैं.
അതിന് അതിന് ഒരു പരിധിക്കപ്പുറം നമുക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ और കഴിയില്ല. एक सीमा के पार हम किसी से भी कुछ बात या बोल नहीं सकते। പലപ്പോഴും നാം സമീപിക്കുമ്പോൾ ചിലപ്പോൾ അവർ ബിസി ആയിരിക്കാം. कई बार हम किसी के पास जब जाएंगे तो वो शायद किसी बात में व्यस्त होंगे, ചിലപ്പോൾ അവർക്ക് അത് ലിസൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കും. शायद उन्हें हमारी बातें सुनने के लिए चाहत ना होगी, എന്നാൽ നമ്മുടെ ദൈവത്തിന് എപ്പോഴും സമയമുണ്ട്. पर हमारे परमेश्वर के पास हमेशा समय है। നാം അടുത്ത് ചെല്ലുന്നത് കാത്തിരിക്കുന്ന ഒരു और ദൈവമാണ്. हम कब उसके पास जाए वो हमें देख कर बैठा है। നമുക്ക് സംഭവിക്കുന്ന ഏത് കാര്യവും നമ്മളെക്കാൾ മുന്നമേ കർത്താവ് അറിയുന്നെങ്കിലും നമ്മുടെ വായിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് കാത്തിരിക്കും. और हमारी जीवन में जो कुछ होता है वो हमसे पहले वो जानता है, पर हमारे जो है लबों से वो सुनना चाहता है। ഇവിടെ സെക്കൻഡ് സെന്റൻസിൽ എഴുതിയിരിക്കുന്നു സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. और यहाँ पर दूसरे वचन के दूसरे लाइन में इस प्रकार देखते हैं कि हर एक जो है मनुष्य तुम्हारे पास आएंगे। സാം 116 അതിന്റെ 1-2 വാക്യം വായിക്കും. സങ്കീർത്തനങ്ങൾ 112ന്റെ 116. എങ്കിലേക്ക് ചായ്ക്കുന്ന ചെവി, ദൈവത്തിൻ്റെ ചെവി നമ്മളിലേക്ക് ചായ്ച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന. और परमेश्वर जो है हमारी और जो है अपने कान लगाकर जो हमारी प्रार्थनाएं सुन रहा है। സങ്കീർത്തനം 34:15. Psalms 34:15. भजन संगीता 34 का 15। അതെ, നമ്മുടെ നിലവിളിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ചെവിയുള്ള കർത്താവ്. और हमारी पुकार के और उसके कान खुले हुए हैं। സങ്കീർത്തനം 6:8. भजन संगीता 6 का 8। നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഇരിക്കുന്ന നമ്മുടെ അതിന് ഉത്തരമല്ലെന്ന കർത്താവ്. और हमारे विलाप का जो है आवाज उसने सुना है, उसका उत्तर वो देगा। Psalms 18:16. और 6. भजन संगीता 18 उसका 6वां वचन। 18. അതെ അതെ, അവന്റെ മന്ദിരത്തിൽ ഞാൻ അപേക്ഷിച്ചു, തിരുമുമ്പിൽ എൻ്റെ പ്രാർത്ഥന എത്തി. और हम वहां पर देखते हैं कि मैंने उसके सन्मुख जो है मेरी प्रार्थना रखी और उसने मेरी प्रार्थना सुनी। ഞാനൊരു 4 വാക്യങ്ങളെ ഇപ്പോൾ വായിച്ചുള്ളൂ. और मैंने अभी ये 4 वचन मैंने जो है आपको पढ़ने के लिए कहा। 4 രീതിയിലുള്ള പ്രാർത്ഥനയാണ് അവിടെ കണ്ടത്. और वहां पर 4 तरह के प्रार्थना हम देख पाए। നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. और एक जगह पर हम देखते हैं कि वो आवाज उठाकर पुकार रहा है। ഇതെല്ലാം കേൾക്കാനായിട്ട് തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ ചെവി. और ये सब कुछ सुनने के लिए जो है अपना कान वो तैयार रखा हुआ है। നമ്മളിലേക്ക് ചാഞ്ഞ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. और हमारे निकट आकर वो हमारी प्रार्थना सुनता है। നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. और इस संसार में हर एक चीज के लिए एक सीमाएं हैं। സ്നേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. एक प्रेम प्यार के लिए सीमा है। സംസാരത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. और बात करने के लिए एक सीमाएं हैं। എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതിന് ലിമിറ്റേഷൻ ഇല്ല. पर परमेश्वर की उपस्थिति में सीमा नहीं है। ഏത് സമയത്ത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട്, हर एक समय जो है हम उसकी उपस्थिति में बने रह सकते हैं। നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം. और हमारे संग चलकर हमारी जरूरतों को जानने वाला परमेश्वर। അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്നത് സകല ജഡവും അവന്റെ അടുക്കിലേക്ക്. और इसीलिए हम वहां पर देखते हैं कि सारे जो है प्राणी उसके पास आएंगे। സമയം മുന്നോട്ട് പോകുന്നു, ഞാൻ മുന്നോട്ട് പോകുന്നു. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങൾ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. और हम वहां पर देखते हैं कि जो हमारे अधर्म के बारे में हम वहां पर देखते हैं। നമ്മുടെ അതിക്രമങ്ങളും നമ്മുടെ പാവങ്ങൾക്കും എല്ലാം ബലിയായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായത്. और हमारे अधर्मों के लिए, हमारे पापों के लिए, सभी के लिए परमेश्वर पिता वहां पर जो क्रूस पर हमारे लिए मारा गया। പലപ്പോഴും നാം വിചാരിക്കും നമ്മൾ അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് വിചാരിക്കാം. और हम कई बार सोचेंगे हम ऐसे किसी के भी हकदार नहीं। എന്നാൽ പരിശുദ്ധനായ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു നമ്മൾ അറിയുന്നില്ല. और हमें जानना है कि पवित्र परमेश्वर हमें किस प्रकार देखता है। നമ്മളൊരു പാപിയാണെങ്കിൽ നമ്മുടെ മറ്റുള്ളവരൊക്കെ തള്ളിക്കളഞ്ഞേക്കാം. और हम अगर पापी हैं तो बाकी सभी हमें जो
जो है ठुकरा देंगे മനുഷ്യൻ നോക്കുന്നത് നെഗറ്റീവ്സ് മാത്രമാണ്. और मनुष्य केवल जो है नकारात्मक बातें देखता है ഒരു 1000 പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്താൽ ഒരു നെഗറ്റീവ് കൊണ്ട് ആ 1000ത്തെയും ഇല്ലാതെയാക്കും. और 100 अच्छी बातें क्यों ना कर ले उसमें जो मनुष्य केवल नकारात्मक बातें ही ढूंढता है എന്നാൽ ദൈവം നോക്കുന്നത് അതല്ല. पर परमेश्वर ये नहीं നീ देखता എത്ര है ശ്രേഷ്ഠനാണെന്നല്ല നോക്കുന്നത്. तू कितना श्रेष्ठ है ये नहीं देखता നാം എത്ര താഴ്ചയിലായിരിക്കുന്നു എന്നുള്ളത്. हम कितने नम्र है ये देखता है താഴ്ചയിലിരിക്കുന്നവരെ വിളിച്ച് വേർതിരിപ്പാനാണ് ദൈവം വന്നത്. और जो नम्र है उसको परमेश्वर जो बुलाता है और उससे जो अलग करता ഇവിടെ है ദാവീദ് എഴുതി അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. और हम यहाँ पर देखते हैं कि अधर्म मेरे जो है विरुद्ध काफी अनेक है എന്നാൽ അതിന് പരിഹാരം വരുത്തുന്ന കർത്താവായ യേശു. पर उसके लिए भी एक हल देने वाला मेरा एक परमेश्वर है അടുത്ത വാക്യത്തിൽ നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. और हम यहाँ पर देखते हैं कि हम उसकी उपस्थिति में जो रहते हैं उसके लिए परमेश्वर क्या करता है ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി വരും. और हम जो है तेरे जो है पवित्र मंदिर के द्वारा जो है हम जो है तृप्त हो जाएंगे അതെ, ഭാഗ്യവാനായി താൻ കാണുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജനത്തെ. और जो है परमेश्वर के साथ जो रहते हैं वो काफी भाग्यशाली हैं കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാധനയിൽ പ്രിയ റോബിൻ ബ്രദർ പറഞ്ഞു, ഞങ്ങൾ അതിനെ പിതാവിനെ തെരഞ്ഞെടുത്തല്ല, പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു. और हमने पिछले आराधना में इस प्रकार जो हमने सुना भाई रॉबिन से कि हमने उसी ने जो चुना है उसने हमें परमेश्वर ने हमें चुना है ആ തെരഞ്ഞെടുപ്പിന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോ. और उस परमेश्वर ने चुना गया इसीलिए हम उस सभी के गवाह हैं ആ തെരഞ്ഞെടുത്തുകൊണ്ട് ഉണ്ടാകുന്ന ദാവീദോട് പറയുന്ന പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് തന്നെ തെരഞ്ഞെടുത്തു. और उसके जो है उसके मंदिर में जो है निरंतर रहने के लिए उसने हमें चुना गया है. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഡ്യുവൽ ഇൻ യുവർ കോട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നു. और हम वहां पर इंग्लिश में देखते हैं उसके जो है मंदिर में रहने के लिए ड्वेल इन योर कोर्ट्स ऐसे हम देखते हैं. ദൈവത്തിന്റെ വാസസ്ഥലത്ത് വിളങ്ങേണ്ടതിന് നമ്മളെ തെരഞ്ഞെടുത്തു. और परमेश्वर की जो है मंदिर में जो स्थिर रहने के लिए हमें चुना गया है. നമ്മൾ ആഴ്ചയിൽ 5-6 ദിവസത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. और हम हफ्ते में 5-6 दिन हम शायद काम करते होंगे നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് പോകും. और हमारे करीब जो है काफी सारे परेशानियां आती जाती होगी എന്നാൽ നാം മറന്നു പോകരുത്, നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട്. पर हम भूल न जाए हमारे साथ एक परमेश्वर है. നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ലോകത്തിലായാൽ നമുക്ക് ലോകത്തിൽ ഒന്നും ലഭിക്കുന്നില്ല. और अगर हमारा ध्यान पूरा संसार में हो तो हमें संसार से कुछ न मिलेगा. നമ്മുടെ കോൺസെൻട്രേഷൻ ദൈവത്തിലായാൽ നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നുവെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വലിയ ഒരു किरीटम देव വെച്ചിട്ടുണ്ട്. और अगर हम इस संसार से अगर जाते हैं, अगर हमारा ध्यान परमेश्वर पे है, हम चाहे यहाँ संसार से कुछ ले ना जाए पर हमारे लिए परमेश्वर ने एक ताज जरूर रखा है, एक मुकुट जरूर रखा है. അതുകൊണ്ട് ദാവീദ് രാജാവ് ഇവിടെ എഴുതിയിരിക്കുന്നു, നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. और हम इसीलिए यहाँ पर देखते हैं कि तूने जिसको चुना है वो काफी ज्यादा जो है भाग्यवान നാം है. ഓരോരുത്തരും എത്ര ഭാഗ്യവാന്മാരാണെന്ന് അറിയാം. और हम कितने जो है भाग्य किए हुए हैं. എത്ര നമ്മൾ ഈ ലോകത്ത് നേടിയാലും ഒന്നും കൊണ്ടുപോകുക. और हमें संसार में चाहे जो कुछ ना हम पाले हम वो कुछ ले ना जा पाएंगे. നമ്മുടെ അവകാശം 6 ഫീറ്റ് മാത്രമേ ഉള്ളൂ. और हमारे जो है पास केवल जो 6 फुट का जो है जमीन होगा केवल. എത്ര വർഷം കഷ്ടപ്പെട്ടാലും എത്ര കാര്യങ്ങൾ ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. और हम चाहे कितनी भी परेशानी में परिश्रम से करें हमें केवल जो है हम मिट्टी में मिल जाना है. ഇന്നലെ രാത്രി നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവിനോടുള്ള വാസമായിരിക്കും. और हमारा जो है हमारा लक्ष्य ये होना है कि हमें परमेश्वर के साथ जो है रहना है. ദൈവത്തിന്റെ പ്രാകാരത്തിൽ എനിക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കണം. और हमारी इच्छा इस प्रकार हो कि मेरा जो है परमेश्वर के साथ में मुझे हमेशा हमेशा रहना है. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പവർ ഓവർ നേച്ചർ ആൻഡ് നേഷൻസ്. और हम यहाँ पर 5 से 8 के वचन में हम देखते हैं कि परमेश्वर की सामर्थ्य संसार और इस प्रकृति पर. നിങ്ങൾക്ക് അത് വായിക്കുമ്പോഴറിയാം, സമുദ്രത്തിനെയും പർവ്വതങ്ങളെയും ഉറപ്പിക്കുന്ന, സമുദ്രങ്ങളെ ശാന്തമാക്കുന്നു, അങ്ങനെ ജാതികളുടെ കലഹങ്ങൾ ശമിപ്പിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. और हम 5वें वचन से 8वें वचन की ओर जब हम आते हैं तो हम देखते हैं कि काफी सारे बातों को वहां पर कहा गया है कि वो पर्वतों को, समुद्रों को, सब पर अधिकार रखने वाला एक परमेश्वर है. പെട്ടെന്ന് ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. जल्दी एक वचन पढ़कर मैं बैठना चाहूंगा. 9ാമത്തെ വാക്യം, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു,
നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. और हम यहाँ पर देखते हैं 9वें वचन में कितनी खूबसूरती से लिखा है परमेश्वर किस प्रकार जो है इस संसार का ध्यान रख ഈ रहा है। സന്ദർശനത്തിനെ കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ ബൈബിളിലുണ്ട്. और हम यहाँ पर काफी सारे वचन देख सकते हैं कि परमेश्वर किस प्रकार इस पृथ्वी से जो है प्रेम करते, किस प्रकार वो निकट आता है। പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി 3-4 വാക്യങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ജെനിസിസ് ചാപ്റ്റർ 3:8, ഉൽപ്പത്തി 3:8. ദൈവ സന്ദർശനത്തിനെ കുറിച്ച് ടച്ച് ചെയ്ത് ഞാൻ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മതി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അതെ. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം ഞങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവത്തിൻ്റെ കാൽ വെക്കുന്ന സൗണ്ട് അവർ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. और परमेश्वर की कदमों की आवाज वहां पर वो सुन पाए, ऐसा हम देखते हैं ദൈവത്തിന്റെ वचन में। സന്ദർശനം ആദാമിന്റെയും ഹവ്വയുടെയും അടുത്തായിരുന്നു. और परमेश्वर जो है उनके पास था, आदम और हव्वा के पास था। ഉൽപ്പത്തി 21:8, ജെനിസിസ് ചാപ്റ്റർ 21:8. പൈതൽ വളർന്നു മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ജെനിസിസ് 21:8. സാറയെ വിസിറ്റ് ചെയ്ത് സാറയുടെ അടുത്ത് ദൈവം ഇറങ്ങി വന്നത് സാറയ്ക്ക് വേണ്ടുന്നത് ചെയ്തതൊരു വാക്യമുണ്ട്. എനിക്കൊന്ന് 20:8 സോറി. ലോർഡ് വിസിറ്റഡ് സേറ. 21:1 സോറി 21:1. Lord visited Sarah as he had said, and the Lord did unto Sarah as he had spoken. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 21:1. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. വാഗ്ദത്തങ്ങൾ പ്രാപിച്ച മനുഷ്യന്റെ അടുത്ത് സന്ദർശിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഇവിടെ और जो वायदा जिसको मिला है उसके पास आने वाला एक परमेश्वर है, हमारा परमेश्वर। എക്സോഡസ് 4:31. പുറപ്പാട് പുസ്തകം 4:31. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും. മതി. അപ്പോൾ യഹോവ അവരെ സന്ദർശിച്ച് അവരത് വിശ്വസിച്ചു. और हम यहाँ पर देखते हैं कि वहां पर यहोवा जो है उनके पास आया, हम देखते हैं। രൂത്ത് 1:6, രൂത്ത് ചാപ്റ്റർ 1:6. യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. അതെ, അവിടെയും ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് അങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ 3-4 വാക്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഒത്തിരി വാക്യങ്ങൾ ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് കാണുവാൻ കഴിയും. और हम यहाँ पर काफी सारे वचनों में देखते हैं कि यहोवा अपनी प्रजा के पास किस प्रकार आता है। ഈ സന്ദർശനം നടത്തിയ ദൈവത്തെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ആഗ്രഹിക്കുന്നു. और यही परमेश्वर को हमें जो है हमारे घर में, हमारे परिवार में जो है हमें जो आमंत्रण देना है। പണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രവാചകന്മാർ പറയും, നിന്നെ ദൈവം സന്ദർശിക്കുമെന്ന് പറയും. और पहले उपवास प्रार्थनाओं में हम सुनते थे, काफी बार प्रचारक कहते हैं कि परमेश्वर जो है आपके पास आएंगे जरूर। അതൊരു നെഗറ്റീവായിട്ടാണ് സത്യത്തിൽ കേൾക്കുന്നത്. और हम जो है उसे जो है गलत तरीके से हम कई बार ले लेते हैं। നമുക്ക് എന്തോ ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നുള്ളത് പോലെയാണ് അത് और പറയുന്നത്. हम कई बार हम इस प्रकार सोच लेते हैं कि कुछ हमारे साथ कुछ बुरा होने वाला है। ദൈവം ഒരിക്കലും ഒരു നെഗറ്റീവ് തരാനായിട്ടല്ല നമ്മളെ സന്ദർശിക്കുന്നത്. परमेश्वर कभी भी हमें जो है नकारात्मक जो है चीजें देने के लिए ना आता है वो। കുഞ്ഞുനാളിൽ നമ്മുടെ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കും. और कई बार जो है हम बचपन में हमारे जो है ये मौसी मासा या फिर कोई भी चाचा चाची जो है दूर से बाहर गांव से आते तो हम कितने प्रेम से उन्हें देखकर बैठते അവർ थे। കൊണ്ടുവരുന്ന പെർഫ്യൂം, അവർ കൊണ്ടുവരുന്ന പെൻ, അവർ കൊണ്ടുവരുന്ന ഡ്രസ്സ്, ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. और वो जो लेके आ रहे परफ्यूम, चॉकलेट या फिर ड्रेस, वो सब जो है लेने के लिए हम कितने जो है उत्सुक रहते थे। ആ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്രയും കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ എത്ര ആ സന്ദർശനത്തിന് വേണ്ടി എത്ര अगर उस छोटी सी चीजों के लिए हम इतने उत्सुक होकर अगर हम जब इंतजार करते तो हमारे परमेश्वर के लिए कितने उत्सुक होकर इंतजार करना है। നമ്മുടെ ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ ഇൻവൈറ്റ് ചെയ്യാം. हमारे परमेश्वर की जो है एक जो है परमेश्वर हमें जो है मिलने के लिए हमें जो है उसके लिए जो तैयार रहना है। നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും വരുവാൻ ദൈവം ആഗ്രഹിക്കും. हमारे हृदय, हमारे जो परिवार में आने के लिए परमेश्वर चाहता है। ആ ദൈവത്തിനോടൊപ്പം നമുക്ക് മുന്നോട്ട് നീങ്ങാം. और उस परमेश्वर के साथ हम आगे बढ़े ആ ദൈവത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. और उस परमेश्वर की जो है मंदिर में हम जाने के लिए हमें मौका मिले। ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ
ഓരോരുത്തരും ये അനുഗ്രഹിക്കും. वचन के द्वारा परमेश्वर आप सभी को आशीष करें.